ഹായ് ഹണിവീസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് മറ്റൊരു 4 മണി പലഹാരമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. മറ്റൊന്നുമല്ല, ചായക്കടലുകളൊക്കെ സുപരിചിതമായിട്ട് കിട്ടുന്ന നമ്മുടെ സ്വന്തം ഉള്ളിവട. ഉള്ളിവട ചൂടോടുകൂടെ കഴിക്കാൻ താല്പര്യമില്ലാത്ത ഏതെങ്കിലും മലയാളികളുണ്ടോ? അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. ഇതിനായി ഞാനിവിടെ എടുത്തു വച്ചേക്കുന്നത് 4 വലിയ സവോള നീളത്തിൽ കനം കുറച്ചരിഞ്ഞത്, പച്ചമുളക് 2 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, പെരുംജീരകം 1/4 ടീസ്പൂൺ, മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഇഞ്ചി 1 ടീസ്പൂൺ. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഉപ്പ് കൂടാണ്ട് നോക്കുക. നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം ഉപ്പിടുക. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എടുത്ത് വച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം നമ്മുടെ ഒരു ബൗളിലാക്കിയതിന് ശേഷം കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 10 to 15 മിനിറ്റ്സ് 10 മുതൽ 15 മിനിറ്റ് വരെ റെസ്റ്റിംഗ് പീരീഡാണ്. അപ്പോൾ ആ ഒരു പീരീഡ് അത് അടച്ച് അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അടുത്തതായി ആഡ് ചെയ്യാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ കടലമാവും 1 ടേബിൾ സ്പൂൺ മൈദയും. നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് വേണമെങ്കിൽ അരിപ്പൊടി കൂടെ ചേർക്കാവുന്നതാണ്. നമ്മുടെ ഉള്ളിവട ഇച്ചിരി ക്രിസ്പി ആയിട്ടിരിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അരിപ്പൊടി കൂടെ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ കടലമാവും 1 ടേബിൾ സ്പൂൺ മൈദയും. വീണ്ടും ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കട്ടെ, നല്ലോണം യോജിപ്പിച്ചെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം നമ്മൾ ആ റെസ്റ്റിംഗ് പീരീഡിൽ ആ സവോളയിൽ നിന്നുള്ളൊരു മോയ്സ്ചറുണ്ട്. അപ്പോൾ വെള്ളത്തിന് പകരം അത് മാവ് നല്ലോണം അതിലിട്ട് മിക്സ് ചെയ്തെടുക്കുക. പ്രത്യേകം നോട്ട് ചെയ്യുക, ആരും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിച്ചാൽ മാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി മാറിപ്പോവും, പിന്നെ ഉള്ളിവട നേരെ കിട്ടത്തില്ല. അപ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യം ഇതിൽ വരുന്നില്ല. ഇനി വേറെ റെസ്റ്റിംഗ് പീരീഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് ഓരോ ഉരുളകളായിട്ടെടുത്ത് ഉള്ളിവടയുടെ ഷേപ്പ്, നിങ്ങൾക്ക് റൗണ്ട് ആണെങ്കിലോ അല്ലെങ്കിൽ പരന്ന ഷേപ്പാണോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ ഷേപ്പുകളാക്കി എടുത്ത് മാറ്റി വയ്ക്കുക. നമ്മൾ ലാസ്റ്റ് സ്റ്റേജിൽ എത്തിയേക്കുവാണ്. നെക്സ്റ്റ് ഇത് അധിക പണിയൊന്നുമില്ല. വീട്ടിൽ യൂസ് ചെയ്യുന്ന ഓയിൽ എടുക്കുക, ചൂടാക്കുക, വറുത്തെടുക്കുക. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ടു ലോ ആ ഒരു ലെവലിൽ കീപ്പ് ചെയ്യുക. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കൂടാണ്ട് ഇത് പുറമേ പെട്ടെന്ന് കരിയുകയും ഉള്ളിൽ വേകാണ്ടിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയം ലെവലിൽ കീപ്പ് ചെയ്യുക. ഒരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമ്മുടെ പാനിൽ നിന്നും കോരി സെർവിങ് ഡിഷിലോട്ട് മാറ്റുക. നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിക്കുക. എത്ര സിമ്പിളായിട്ടാണ് ഉള്ളിവട പ്രിപ്പയർ ചെയ്തെന്ന് കണ്ടല്ലോ. അപ്പോൾ വീട്ടിലെ സാധാരണ ചേരുവകൾ ഉപയോഗിച്ച് ചായക്കടകളിൽ കിട്ടുന്നതിനേക്കാൾ രുചിയോടെ നമ്മുടെ വീടുകളിലും ഇതുണ്ടാക്കാൻ സാധിക്കുന്നതാണ്. സ്വാദിഷ്ടമായ ഈ നാടൻ വിഭവം ചൂട് ചായയോടൊപ്പം വൈകുന്നേരങ്ങളിൽ നമുക്ക് കൂട്ടിച്ചേർക്കാവുന്നതാണ്. അപ്പോൾ ഒറ്റ തവണയെങ്കിലും ഇതൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കുക. So just stay tuned for yet another video. It's your Honeybee. Thank you for watching. Just like, share and subscribe.